ഹായ്, എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴം പുളിശ്ശേരിയാണ്. നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ പോലെ തന്നെ പഴം കൊണ്ടുള്ള പുളിശ്ശേരി. അതിന് ഏത്തപ്പഴമാണ് വേണ്ടത്. ഒരു മീഡിയം പഴുപ്പിലുള്ള ഏത്തപ്പഴമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്യാം. പഴത്തിൻ്റെ അകത്തെ ആ ബ്ലാക്ക് കളറിലുള്ള ഇത് നമുക്കൊന്ന് കളയാവേ. പഴമെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കതൊരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 സ്പൂൺ മുളക് പൊടിയാണ്, ഇത് എരിവുള്ള മുളക് പൊടിയാണ്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പഴം വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കാം. ഇത് 6 സ്പൂൺ ചിരകിയ തേങ്ങയാണ്, 1/4 സ്പൂൺ നല്ല ജീരകമാണ്. ഇനി ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. പെട്ടെന്നാവുക. നമ്മുടെ പഴം നല്ല പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ട് ഒരു പഴം ഒന്നിങ്ങനെ നമ്മളൊന്ന് സ്പൂണിനിങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ മുറിഞ്ഞിട്ടുണ്ട്. ആ വേവും മതി. ഈ സമയമാകുമ്പോൾ നമുക്കിതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ വെള്ളം ചേർത്ത് മിക്സിയുടെ ജാറും കൂടെ നമുക്കൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാവേ. ഈ തേങ്ങയുടെ പച്ചച്ചവ മാറുന്നത് വരെ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിനാവശ്യമുള്ള മോരടിച്ചെടുക്കാം. ഇവിടെ തൈരിനൊരു 6 സ്പൂൺ തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാവേ. ആ കട്ടയൊക്കെ പോകാൻ വേണ്ടിയാണ്. നമുക്ക് മിക്സിയിൽ ഒരുപാട് അടിക്കല്ലേ, ഒരുപാട് അടിച്ചാൽ അത് മോര് പോലെ ഇപ്പം ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ആ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടി. ഇവിടെ അരപ്പൊക്കെ ഇട്ട് പഴമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ആ തിളയൊന്ന് നിന്ന് കഴിയുമ്പോൾ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാവേ. ഇപ്പോൾ തിളയൊക്കെ നിന്നിട്ടുണ്ട്, അരപ്പിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ അടിച്ചു വെച്ച തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുളിശ്ശേരി തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് വേണം നമ്മുടെ പഴം പുളിശ്ശേരിക്ക്. പഴം ഒട്ടും ഉടഞ്ഞു പോയിട്ടും ഇല്ല, ഈ ഒരു തിക്നെസ്സിൽ കിട്ടണേ. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. ഇപ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ കറിക്കൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ്. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമുക്കതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ കടുക്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാവേ. പൊട്ടി വരുമ്പോൾ 6 ചെറിയ ഉള്ളി, 3 വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഇപ്പോൾ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ആ സമയം നമ്മൾ ഇതിലോട്ട് ഒരു 1/4 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് നമ്മുടെ പുളിശ്ശേരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് ജസ്റ്റ് മൂടി വെക്കണം. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി പോലെ തന്നെ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം.